ആണ് സുഷസ് പാരഡൈസ് ഫോർ ആനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ഇന്നലെ ഞാൻ റെസ്ക്യൂവേഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ പാർട്ട് 1 ചെയ്തിരുന്നു. ഇനി അതിൻ്റെ 2-3 പാർട്ടായിട്ട് ഞാൻ അതിൻ്റെ ബാക്കി ഭാഗം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇന്നലെ എനിക്ക് ചില കാരണങ്ങളാൽ എനിക്കത് പറ്റിയില്ല. വീണ്ടും ഇന്ന് അത് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 കീമോയ്ക്ക് കൊടുത്തു. 2 കീമോ കഴിഞ്ഞപ്പം മതി, അത് സുഖമായി നമുക്ക് സർജറി ചെയ്ത് വിടാമെന്ന് ആ റെസ്ക്യൂവർ, പട്ടിയെ അതുവരെ ഹോസ്പിറ്റലൈസ് ചെയ്തിരുന്ന കുക്കു ഞങ്ങളോട് പറയുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ വളരെ സാമ്പത്തികമായിട്ട് ടൈറ്റായിരുന്നു. അവൻ്റെ ഒരു അവസ്ഥ കൊണ്ട് ഞങ്ങൾ ചെയ്തു പോയി എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനും നിബിസാറും മല്ലിക റാണിയും കൂടെയാണ് അതിൻ്റെ ചിലവ് വഹിച്ചതെന്ന് പറഞ്ഞു. അപ്പം നിബിസാർ 1500 രൂപയാണ് 2 കീമോയ്ക്കായിട്ട് തന്നത്. ബാക്കി ക്യാഷ് ഫുള്ള് ഹോസ്റ്റൽ ഫീസും ഡെയിലി 200 രൂപ വെച്ച് മല്ലിക റാണി ചേച്ചിയും പിന്നെ ആശുപത്രി ചാർജ്, ഇവൻ്റെ സർവീസ് ചാർജ് എല്ലാം മല്ലിക ചേച്ചിയാണ് കൊടുത്തത്. എൻ്റെ ഷെയർ ഞാൻ ആ ടൈമിൽ ഞാൻ വളരെ ടൈറ്റ് ആയതുകൊണ്ട് കൊടുത്തിട്ടില്ല. എനിക്ക് ഇനിയാണ് ആ കടം ഞാൻ ചേച്ചിക്ക് വീട്ടേണ്ടത്. അപ്പോൾ എല്ലാ ക്യാഷും ചേച്ചി ഒറ്റയ്ക്ക് കൊടുത്തതുകൊണ്ട് ചേച്ചിയും ടൈറ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സർജറി വേണ്ട, കീമോക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുന്നതല്ലേ, പൈസയൊക്കെ ആയിട്ട് 1 മാസം കഴിഞ്ഞ് വീണ്ടും ക്യാച്ച് ചെയ്ത് നമുക്ക് അവന് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വിട്ടാൽ പിന്നെ പട്ടിയെ കിട്ടത്തില്ല, ഇപ്പോൾ എടുത്ത് വിടുന്നതാണ് നല്ലത്. 3 കീമോ എടുത്ത് അവൻ ഒരുപാട് ടയേർഡാവും. അപ്പോൾ എൻ്റെ ചോദ്യം, 2 കീമോ എടുത്തിട്ടിരിക്കുന്ന പട്ടിയെ ഉടനെ കൊണ്ടുപോയി സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ അവന് ക്ഷീണമില്ലേ? അപ്പോൾ അങ്ങനെ പറഞ്ഞ ഇവൻ പറയുകയാണ്, വീണ്ടും നമുക്ക് 3ാമത്തെ കീമോ കൊടുക്കണമെങ്കിൽ പട്ടിയെ ഓപ്പറേഷൻ ചെയ്ത് റിലീസ് ചെയ്തതിന് ശേഷം വീണ്ടും ക്യാച്ച് ചെയ്ത് നമുക്ക് കൊടുക്കാമെന്ന്. വിട്ടാൽ കിട്ടത്തില്ല, ക്യാച്ച് ചെയ്യാൻ പാടാണ് എന്ന് പറയുന്ന ആൾ തന്നെ പറയുന്നു 3ാമത്തെ കീമോ നമുക്ക് ക്യാച്ച് ചെയ്ത് കൊടുക്കാമെന്ന്. അത് ഒന്നും തമ്മിൽ അങ്ങോട്ട് ഒരു പൊരുത്തം വരുന്നില്ല. എല്ലാം പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് സർജറിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല, അപേക്ഷിച്ചിട്ടുമില്ല. പക്ഷേ അവൻ അവസാനം ആ ഒരു കുറ്റം ഞങ്ങളുടെ തലയിൽ വെച്ച് തരുന്നത്, നിങ്ങൾക്ക് ഈ വോയിസിൽ അവൻ പറയുന്നത് കേൾക്കൂ, അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ തെളിവ് തരാം. ചേച്ചി, പിന്നെ നാളെ കൊണ്ട് കീമോ എടുക്കണേക്കാളെ ഇപ്പൊ നല്ല മാറ്റമുണ്ട്. തിങ്കളാഴ്ച കൊണ്ട് സർജറി ചെയ്തിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് അടുത്ത കീമോ എടുത്താൽ റിലീസ് ചെയ്യാം. ഒത്തിരി ദിവസം ക്യാച്ചിൽ കിടക്കണോണ്ട് പ്രശ്നമാണ്. അതായിരിക്കും നല്ലത്. 2 കീമോനെ ഏതാണ്ടായി, പിന്നെ ഇട്ടിരുന്ന് 3ാമത്തെ കീമോ കൂടെ ആകുമ്പോൾ ഒരുപാട് ടയർഡാണ്. അതിനേക്കാളും തിങ്കളാഴ്ച 2 ദിവസം വെയിറ്റ് ചെയ്ത് തിങ്കളാഴ്ച കൊണ്ട് സർജറി ചെയ്താൽ 4 ദിവസം കഴിഞ്ഞ് റിലീസ് ചെയ്യാം. അടുത്ത് വേണമെങ്കിൽ പിടിച്ച് കീമോ എടുക്കാം. പറഞ്ഞ കേട്ടല്ലോ, അടുത്ത് പിടിച്ച് കീമോ ചെയ്യാം. പക്ഷേ അവൻ അപ്പോൾ അങ്ങനെ പറഞ്ഞാണ് ഇവന് ഞങ്ങളോട് അത് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്കത് സർജറിക്ക് താല്പര്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഇവൻ പട്ടിയെ റിലീസ് ചെയ്തു എന്ന് പറഞ്ഞു. അത് കാരണം പട്ടിയെ റിലീസ് ചെയ്ത് ശനിയാഴ്ച റിലീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധനായിട്ട് പട്ടിയെ സെയിം സ്ഥലത്ത് കാണുന്നില്ല. പട്ടിയെ റിലീസ് ചെയ്തതിൻ്റെ ഫോട്ടോ വേണം, വീഡിയോ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് നാളെ തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വിളിച്ചവൻ പറഞ്ഞു അത് മകനാണ് വിട്ടത്, മകൻ വന്നിട്ട് തരാമെന്ന്. 5 ദിവസമായിട്ട് അവന് ഒരു ഡീറ്റെയിൽസും തരാൻ പറ്റിയില്ല. 5ൻ്റെ അന്നോ 6ൻ്റെ അന്നോ ഞങ്ങൾക്കൊരു മെസ്സേജ് ഇടുകയാണ് അവന്. ആ മെസ്സേജിൽ ഇതാ ഇങ്ങനെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അന്ന് കാണാമെന്ന് വിശ്വസിക്കുന്നു. അത് ഞാൻ വായിച്ചു തരാം. ചേച്ചിയുടെ വാക്ക് കേട്ട് സർജറിക്ക് ഡേറ്റ് എടുത്തു. അതുകൊണ്ട് സർജറി ചെയ്തു വിടാമെന്ന് വിചാരിച്ചു. അല്ലാതെ വിട്ടാൽ പിന്നെ പിടിക്കാൻ കിട്ടത്തില്ല. 3ാമത്തെ കീമോ കൊടുക്കാൻ നമുക്ക് സർജറി ചെയ്ത് അവനെ റിലീസ് ചെയ്തതിന് ശേഷം പിടിച്ച് കീമോ കൊടുക്കാമെന്ന് പറഞ്ഞ ആളാണ് പറയുന്നത് അവനെ വിട്ടാൽ ഇനി കിട്ടത്തില്ല എന്ന്. അപ്പോൾ അത് പരസ്പര വിരുദ്ധമല്ലേ? അപ്പോൾ കാണുന്നവൻ അച്ചാന്ന് വിളിക്കുന്ന പോലെ ഓരോന്ന് അങ്ങ് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളാരും സർജറിക്ക് ഡേറ്റും എടുക്കാൻ പറഞ്ഞില്ല. ഞങ്ങൾക്ക് പട്ടിക്ക് സർജറി പോലും വേണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. പിന്നെ ഇവൻ എങ്ങനെയാണ് സർജറിക്ക് ഡേറ്റ് എടുക്കുന്നത്? അഥവാ എടുത്താൽ തന്നെ മാറ്റാൻ പറ്റാത്ത ഏത് ഡോക്ടറാണുള്ളത്? എനിക്ക് അരുൺ ഡോക്ടറെ നന്നായിട്ട് അറിയാം. സ്ട്രീറ്റ് ഡോഗ്സിന് വളരെ തുച്ഛമായ റേറ്റിന് 2000 രൂപയ്ക്ക് സർജറി ചെയ്യുന്ന ഒരാളാണ് അരുൺ ഡോക്ടർ. അപ്പോൾ ഒരിക്കലും ആ ഡോക്ടറുടെ അടുത്ത് നമുക്ക് ഡേറ്റ് വേണമെങ്കിൽ മാറ്റാനോ എന്ത് വേണോ പറ്റും. ഒരു പ്രശ്നമുള്ളൊരു ഡോക്ടറല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ കാരണത്താൽ അങ്ങനെയെങ്കിൽ അവൻ ആദ്യമേ മാന്യമായി പറയാമല്ലോ, ചേച്ചി അവനെ ഞാൻ എൻ്റെ വകയായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് അവനെ വിട്ടോളാം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വിടാതെ കയ്യിൽ വെച്ചിരിക്കുന്ന പട്ടിയെ വിട്ടു എന്ന് കള്ളം പറഞ്ഞ് എന്തിനാണ്? അപ്പോൾ ഈ സർജറിക്ക്
ക്യാഷ് മുടക്കിയത് ആരാണ്? ഈ ഞങ്ങളുടെയൊന്നും കീമോയ്ക്ക് പൈസ വാങ്ങിച്ചിട്ട് ഈ പട്ടിയെ കാണിച്ച് വേറെ ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന്, ഫോറിനേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും, അത് ഉറപ്പാണ്, ആരുടെയൊക്കെ കയ്യിൽ നിന്ന് ഇവൻ ഈ പട്ടിക്ക് ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 2-3 പേരുടെ നിന്ന് ക്യാഷ് വാങ്ങിക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും പട്ടിയുടെ തെളിവ് കൊടുക്കണ്ടേ? അപ്പം ഞങ്ങളെയാണ് പറ്റിക്കാൻ എളുപ്പം എന്ന് തോന്നി. അപ്പം മറ്റവർ സർജറിക്ക് തയ്യാറായതുകൊണ്ട് സർജറി കഴിഞ്ഞല്ലേ പട്ടിയെ വിടാൻ പറ്റൂ, ഞങ്ങൾക്ക് സർജറി വേണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളോട് വിട്ടു എന്ന് കള്ളം പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് വിടുമ്പം എന്തെങ്കിലും മുറിവ് കാണാത്ത വിധത്തിലുള്ള ഒരു വീഡിയോ എന്തെങ്കിലും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ പറ്റിക്കാമെന്നാണ് അവൻ കരുതിയത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അടുത്ത അവൻ്റെ ഒരു തരികിട എന്ന് പറയുന്നത്. അപ്പോൾ റെസ്ക്യൂ ചെയ്യാൻ മൃഗങ്ങളെ ഏൽപ്പിക്കുന്നവർ ആളെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കുക. അതിനുശേഷം ഇനി ഒരുപാട് റെസ്ക്യൂവർമാർ എൻ്റെ ലിസ്റ്റിലുണ്ട്. ഇതെല്ലാ തെളിവുകളും ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ധൈര്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള റെസ്ക്യൂവർമാരുടെ കയ്യിൽ ഡോഗിനെ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. മുൻകൂർ ഒരു കാരണവശാലും പൈസ അവർക്ക് പേ ചെയ്യരുത്. ഓക്കെ, താങ്ക് യു.